ഫിൽറ്ററിലാണ് ഇവിടെ കിടക്കുക. ഇത് ഹെഡ്. ഈ ഹെഡ് എപ്പോഴും ഫിൽറ്ററിലാണ് ഉണ്ടാവുക. ഇപ്പുറത്ത് റിൻസ് നെരിയുണ്ട്, 3 നെരി. അതിൻ്റെ അടിയിൽ കാണാം ബാക്ക് വാഷ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മറ്റേ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ് ഇതിന് ഒന്നിലാണ് ഇവിടെ കിടക്കുക, ഫിൽറ്റർ എന്നുള്ളത്. ആ ഒന്നിൽ നിന്ന് കൊടുന്നിട്ട് ബാക്ക് വാഷിക്ക് ഇതിലേക്ക് കൊടുന്നിടണം. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചെങ്കിൽ ഈ ഗാഡി അതിൽ നിന്നൊന്നിങ്ങനെ ഇതാണോ പോരണം. അതിന് ഇവിടെ നിന്ന് അമർത്തി കൊടുക്കുക. ഈ വാൽഭാഗത്ത് നന്നായിട്ടുണ്ട് അമർത്തിയാൽ അത് പോരും, അവിടുന്ന് പൊന്തി പോരും. എന്നിങ്ങനെ തിരിച്ചിട്ട് നേരെ ബാക്ക് വാഷിലേക്ക് ഇടുക. അപ്പോഴാണ് ഇതിൻ്റെ ചളി പോവുക. അപ്പോൾ ചളി പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഔട്ടിലുള്ള വാൽവുണ്ട്, ഇവിടെ ഒരു വാൽവ് ഉണ്ടാവും. അപ്പോൾ ആ വാൽവ് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വാഷ് ചളി പോണ പൈപ്പുണ്ട്. ആ ചളി പോണ പൈപ്പിലെ വാൽവ് ഇത് ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇവിടുത്തെ സൗകര്യക്കുറവ് കാരണം അപ്പോൾ അത് തുറന്നു കൊടുക്കുക. അപ്പോൾ അവിടെ ചെറിയൊരു വാൽവ്, 1 ഇഞ്ചിൻ്റെ ഒരു വാൽവ് കാണും. അവിടെ ഈ മെയിൻ വാൽവ് മറ്റേ പൈപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ പോയിണ്ടാവും. അപ്പോൾ ആ വാൽവ് തുറന്നു കൊടുക്കുക. എന്നിട്ട് ഇത് ബാക്ക് വാഷിലേക്ക് ഇടുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ചളി പോകും. ഇടുകയാണ് ബാക്ക് വാഷിക്ക് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൽ ആ ചളിനെ ഇതേപോലെ എന്ത് ചെയ്യും, അങ്ങനെ പോകും. അപ്പോൾ നിലവിൽ ഫിൽറ്ററിൽ ചളി ആവശ്യമില്ല, കാരണം പുതിയ സാധനമാണ്. അതിൽക്കൂടെ വരുമ്പോൾ ചുവപ്പ് കളർ, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ചളി ഏതാണെന്ന് വെച്ചെങ്കിൽ ആ കളറിൽ ഇങ്ങനെ കാണാം. ഇപ്പോഴത്തെ കാർബണിൻ്റെ ചളിയാണ് ആ പോകുന്നത്. വാഷിലിപ്പോൾ നമ്മൾ ഏകദേശം 1 മിനിറ്റോളം ഇപ്പോൾ ബാക്ക് വാഷിലിട്ട്. അപ്പോൾ 1 മിനിറ്റോളം ബാക്ക് വാഷിലിട്ട് കഴിഞ്ഞാൽ കുറേ ചളി പോയി. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഇടയ്ക്ക് കൊണ്ടിട്ട് ആ റിൻസിലേക്ക് ഒന്ന് കൊണ്ടുവരണം, ഒരു 5-6 സെക്കൻഡ്. അപ്പോൾ ഇടാൻ നേരത്തെ പോലെ തന്നെ ഇവിടെ അമർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് റിൻസ് എന്നുള്ള 3 ഓപ്ഷനിലിടുക. ഒരു 5-6 സെക്കൻഡ് ഇട്ടാൽ മതി. 5-6 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ച് ബാക്ക് വാഷിലേക്ക് തന്നെ കൊണ്ടുവരിക. ബാക്ക് വാഷിൽ 1 മിനിറ്റാണ് നമ്മൾ നേരത്തെ ഇട്ടത്. ഇനി വീണ്ടും 1 മിനിറ്റ് കൂടി ഇടുക. നമ്മൾ ബാക്ക് വാഷിൽ വീണ്ടും 1 മിനിറ്റ്, ഇപ്പോൾ 2 മിനിറ്റോളായി. നേരത്തെ 1 മിനിറ്റ്, രണ്ടാമത്തെ 1 മിനിറ്റ്. ഇനി ഒന്നുകൂടി എന്ത് ചെയ്യുക, റിൻസിലേക്ക് കൊണ്ടുവരിക. റിൻസിൽ കൊടുത്തിട്ട് ഒരു 5-6 സെക്കൻഡ് റിൻസിൽ നിർത്തി വീണ്ടും ബാക്ക് വാഷിലേക്ക്. അപ്പോൾ 3ാമത്തെ തവണ ഇപ്പോൾ ബാക്ക് വാഷിലേക്ക് വരണേ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കാണാം ചളി അത്യാവശ്യം പോയി. ആ ചളി വെള്ളം ആ ചെറിയൊരു മങ്ങിച്ച കളറേ ഉണ്ടാവുള്ളൂ. അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അത് റിൻസിലേക്ക് വരണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചളി പോയി ഇതായി. ഇനി നമ്മൾ വെള്ളം നല്ല ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കലക്കം ബാക്ക് വാഷിലിട്ടുമ്പോൾ ഉണ്ടാവും. അത് പോയി ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ റിൻസിലിട്ട് നിർത്തുക. ഇത് അവസാനമാണ്. ഇനി നമ്മൾ തിരിച്ച് കൊണ്ടുവരണ്ട. റിൻസിൽ ഏകദേശം ഒരു മിനിറ്റോളം റിൻസിലിടുക. അങ്ങനെ 1 മിനിറ്റോളം റിൻസിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഫിൽറ്ററേക്ക് ഇടുക. ബാക്ക് വാഷിൽ നിന്ന് നേരെ ഫിൽറ്ററേക്ക് പോകില്ല. മാത്രമല്ല ബാക്ക് വാഷിൽ വെള്ളം നല്ല തെളിയില്ല. ബാക്ക് വാഷിൽ ചളി പോവും. ഒരു ചെറിയ കലക്ക അവിടെ ഉണ്ടാവും. ആ കലക്ക റിൻസിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളം തെളിഞ്ഞ് നല്ല ശുദ്ധമായ വെള്ളമായിട്ട് മാറും. വെള്ളത്തിലൊക്കെ നോക്കി അറിയാം, വെള്ളം തെളിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റോളം ഇട്ട് കഴിഞ്ഞാൽ നല്ല തെളിയും. അത് തെളിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ഫിൽറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വാൽവുകൾ, നേരത്തുള്ള വാൽവ്, പൂട്ടിയ വാൽവ് തുറന്നു കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ വാൽവ്, വേസ്റ്റിൻ്റെ വാൽവ് ആ പൂട്ടും ചെയ്യുക.